എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോ ഞാനിപ്പോ ഏകദേശം 2 മാസം കഴിഞ്ഞു ലീവിന് നാട്ടിൽ പോയിട്ട്. അതിനുശേഷം ഇന്നലെയാണ് തിരിച്ചെത്തിയത്. അപ്പൊ ഞങ്ങള് വെക്കേഷന് ഒരു 2.5 ആഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പൊ ആ ഒരു ലീവിന് ഞങ്ങൾ നാട്ടിൽ പോയതാണ്. പിന്നെ ഇവിടെ യുദ്ധവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മള് പിന്നെ നാട്ടിൽ തന്നെ നിന്നാണ്. ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ ചെടികളൊക്കെ മര്യാദയ്ക്ക് നിൽപ്പുണ്ടോ, എങ്ങനെയായി എന്നുള്ളതായിരുന്നു. എനിക്ക് അവിടെ നിൽക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ, വീട്ടിലെ ചെടികളൊക്കെ എന്താവുമെന്ന്. ജയമോൻ 2 ആഴ്ചത്തെ അവധിയേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് തിരിച്ചു വന്നായിരുന്നു. പക്ഷെ ജയമോൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുക, വെള്ളം മാറ്റുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനെ ഞാനിത് നാട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നല്ല പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ മാറ്റി എല്ലാം ഞാൻ ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഇപ്പോൾ ഏകദേശം 2 മാസം കഴിയാറായിട്ട് ജയമോൻ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കൂ, വെള്ളം ഒന്നും മാറ്റിയിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വന്ന പാടെ ഇതാ നോക്കിയത്, എല്ലാ എൻ്റെ ചെടികളും ഇതേ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ജയമോൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത് എൻ്റെ ഇപ്പുറത്ത് കുറച്ച് ചേട്ടാ ഇത് കണ്ടോ, ഇതെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ 2 ആഴ്ച ഒക്കെ കൂടുമ്പോൾ കുറേശ്ശെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ വളമൊന്നും ഇട്ട് കൊടുത്തില്ല. ഇനി ഞാൻ എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. അതാണ് ബാൽക്കണി കണ്ടോ, ചെടികൾ, ആര്യവേപ്പ്, പിന്നെ മൈലാഞ്ചി, കറിവേപ്പൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ തുളസിയൊക്കെ ഇച്ചിരിയും കൂടെ ഞാനുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല കട്ടിയായിട്ട് വന്നേനെ. ഇത് നമ്മുടെ അറബിക് തുളസിയാണേ, നന്നായിട്ട് വന്നേനെ. അതുപോലെ ഒരു ചോട് ഞാൻ ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു നമ്മുടെ തക്കാളി ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് വളമൊക്കെ ഇടാൻ കാരണം കൊണ്ട് ഇതേ അതെന്തോ, പിന്നെ വെള്ളം ഒഴിക്കലൊക്കെ ശരിയാവാത്തത് കൊണ്ട് കായൊക്കെ ഉണ്ടായത് വളരെ കുറവാണ്. ഒരു നല്ല മുഴുത്ത തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പോയ സമയത്ത് വളമൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. ഞങ്ങൾ 2 ആഴ്ചത്തേക്കാണല്ലോ നാട്ടിൽ പോയത്, അപ്പത്തേട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റാഞ്ഞത് കൊണ്ട് അങ്ങനെയായിപ്പോയി. പിന്നെ കറിവേപ്പയിൽ നിറച്ച് പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ ഈ പൂ നിറച്ച് കണ്ടോ കാ വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കൊല ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അതേന്ന് കായ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കാ മുഴുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കായ ഇട്ടിട്ട് ഒരു കറിവേപ്പും കൂടെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ഒരുപാട് പൂ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഞുള്ളിക്കളഞ്ഞു. പൂ ഞുള്ളിക്കളയണം കറിവേപ്പ് വരുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ. ഇല്ലെങ്കിൽ കറിവേപ്പ് പെട്ടെന്ന് പ്രായമായ പോലെ ഒരുപാട് ഇലയൊക്കെ വരാതെ അങ്ങനെ ആയി പോകും എന്നാണ് പറയണത്. പിന്നെ ഇത് നമ്മുടെ ആര്യവേപ്പ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു തക്കാളി ഉണ്ടായിരുന്നു. ഇത് ഈ ചട്ടിയിലാണ് നിൽക്കണത്. അതിനകത്ത് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. ഒരു 2 ആഴ്ചത്തേക്കുള്ള വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ വളമൊന്നും ഇടാത്ത കാരണം ദേ അതിൽ കായൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ അടിനിയമൊക്കെ ഞാൻ വെട്ടി നിർത്തിയിട്ടാണ് പോയത്. അതിലൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ പൂവൊക്കെ ഏകദേശം പോയി കേട്ടോ. ഞാനിത് വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ കമ്പ് ഇങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ അങ്ങനെ ഞാനങ്ങ് കട്ട് ചെയ്ത് വിടുക ചെയ്യാറ്. അങ്ങനെ കട്ട് ചെയ്ത് വിട്ടതാണേ. പിന്നെ ഇത് എൻ്റെ ബോഗൺവില്ലയിലൊക്കെ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അത്യാവശ്യത്തേക്ക് പെട്ടെന്ന് വരും എന്നുള്ള രീതിക്ക് ഞാൻ വളം ഇട്ടിട്ടാണ് പോയത്. പിന്നെ അതേ ചീരയുടെയൊക്കെ അവസ്ഥ കണ്ടോ, ചീര ഭയങ്കരമായിട്ട് വലുതായി. ഇതൊന്നും ജയമോന് ചെത്തി കറി വെക്കാനുള്ള സമയമൊന്നും കിട്ടാഞ്ഞ കാരണം കൊണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ വിത്തെടുക്കും കേട്ടോ. ചീര എന്തോരാണ്, ഇതേന്ന് ഞാൻ 3-4 പ്രാവശ്യം ചെത്തി എടുത്തതാട്ടോ. അതേ പിന്നെയും കിളിർത്ത് വന്നേക്കുന്നതായിരുന്നേ. പിന്നെ ഇത് കിളിർത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജയമോന് കറി വെക്കാൻ സമയമില്ലാഞ്ഞ കാരണം അത് അങ്ങനെയായിപ്പോയി. അപ്പോൾ എൻ്റെ ബാൽക്കണി ഇങ്ങനെ നിൽപ്പുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ പണികളൊക്കെ ചെയ്യണം. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം. ഇതേ ശംഖുപുഷ്പത്തേൽ കുറേ കായ ഉണ്ടായിട്ടുണ്ട്. ഇതേലും ഒരുപാട് പൂവുണ്ടായിരുന്നു തോന്നുട്ടോ, നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ആരെങ്കിലും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ കൊടുത്തേനെ. ദേ ഇങ്ങനത്തെ കായ ഇട്ടിട്ട്, ഇത് അതിൻ്റെ വിത്താണേ. അപ്പോൾ വിത്തിട്ടിട്ടാണ് ഞാൻ ഈ ശംഖുപുഷ്പം മുളപ്പിച്ചെടുത്തത് കേട്ടോ. വിത്തിട്ടാൽ മതി, മുളച്ച് വന്നോളും. ഇത് കണ്ടോ, ഇത് അതിൻ്റെ കായ. എന്തോരം കാകളാന്ന് നോക്കിയതേ കണ്ട, എന്തോരാന്ന് നോക്കി. അപ്പോൾ കുറേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ പൂവെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, പൂവെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടികൾ. ബാൽക്കണിയിലെ ഇതേ അപ്പം എൻ്റെ ബാൽക്കണി കണ്ടോ, ചെടികളൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. നാട്ടിലായിരുന്നേലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇതൊക്കെ എന്താകും എന്നുള്ളതൊക്കെ.
ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ലാണ്ട് നിപ്പുണ്ട്. ഇനിയിപ്പോ ഇവരെ എല്ലാരെയും നല്ല ഉഷാറാക്കി എടുക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാട്ടോ. പിന്നെ ഞാൻ എന്റെ മീനുകളെയാണ് നോക്കിയത്, ഞാൻ ഫിഷ് ടാങ്ക്. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാട്ടോ. ഇതാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്റെ ഫിഷ് ടാങ്കിന്റെ അവസ്ഥ കണ്ടോ. ജയമോൻ ഇത് ക്ലീൻ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വെള്ളം. ജയമോൻ ഒരു പ്രാവശ്യം അങ്ങാണ്ടേ വെള്ളം ഒഴിച്ചുള്ളൂ, അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചില്ല. അപ്പൊ അത് കാരണം കൊണ്ട് വെള്ളമൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, ഈ ഗ്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്ററൊക്കെ കണ്ടോ ഊരി കഴുകാറായിട്ടുണ്ട്. ഫിൽറ്ററിന്റെ ഹോൾസ് ഒക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. ഈ ഫിൽറ്റർ ഞാൻ പുതിയ ഫിൽറ്റർ വാങ്ങിച്ച് വെച്ചിട്ടാണ് നാട്ടിൽ പോയത്. അതുപോലെ ഇത് കണ്ടോ നിറച്ച് പായൽ ഉണ്ടാതെ. ഇതെല്ലാം എനിക്കിനി ക്ലീൻ ചെയ്യണം. അപ്പോൾ വെള്ളം പിടിച്ച് വെച്ചിട്ട് വേണം എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ പിന്നെ പായലുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകാറായപ്പോഴത്തേട്ട് ഇപ്പം ഞാൻ വേറെ ടാങ്കിലേക്കൊന്നും ഫിഷിനെ പിടിച്ചിടാറില്ല. നേരത്തെ ഞാൻ ബൗളിലേക്ക് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിടുമായിരുന്നു. ഇപ്പം ഞാൻ അതൊന്നും പിടിച്ചിടാറുണ്ടായില്ല. അങ്ങനെ എൻ്റെ ഈ ഫിഷ് ടാങ്കിലെ മീനുകളൊക്കെ ഏകദേശം തീരാനായിരുന്നേ. അങ്ങനെ ഞാൻ പോകുന്നതിന് മുന്നേ നോക്കുമ്പം ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന് ഇവരുടെ അമ്മ ഒരാളുണ്ടായിരുന്നു. അത് നല്ലോണം പ്രായമായ മീനായിരുന്നു. അത് ചത്തുപോയി. ഇവരുടെ അമ്മ പ്രസവിച്ചത് കുറേ പേര് ഇതിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരുന്നിട്ട് ഉണ്ടായ കുഞ്ഞുങ്ങളാട്ടോ ഇത് മുഴുവനും. ഈ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഫിഷ് ടാങ്കിൽ ഉണ്ടായതാണേ. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേട്ടും അവർ ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഞാൻ വന്ന് ജയമോ പിന്നെ തീറ്റയൊക്കെ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന കാരണം അവർ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ലൈവ് പ്ലാന്റുകളാട്ടോ. പിന്നെ ഫിൽറ്ററും ഒക്കെ പുതിയതുണ്ടായിരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവർക്ക് ആ ഇത് നാച്ചുറൽ ചെടികളൊക്കെ ഉള്ള കാരണം ഒരു നാച്ചുറലി ഫീൽ കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അവരെല്ലാം ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇത് എല്ലാവരും നല്ല ഭംഗിയായിട്ട്. അങ്ങനെ ദേ എൻ്റെ ഫിഷ് ടാങ്കിൻ്റെ പൊടിയും പടലങ്ങളൊക്കെ സെറ്റിൽഡ് ആയിട്ടോ. അപ്പം ഞാൻ തീറ്റ ഇട്ട് കൊടുത്താണ്. ഒരുപാട് തീറ്റയൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞ് ടൈപ്പ് തീറ്റ. അപ്പം അത് കാരണം ഞങ്ങളത് പെട്ടെന്ന് തിന്ന് തീർത്തോളൂ. ദേ അതുപോലെ തന്നെ വേറെ കുറേ ചെടികൾ ഞാൻ മണി പ്ലാന്റുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പുറം ഇപ്പുറേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് എല്ലാം. ഇനി എനിക്ക് എല്ലാത്തിൻ്റെയും വെള്ളം മാറി ബോട്ടിൽസൊക്കെ കഴുകി വെള്ളമൊക്കെ മാറി എല്ലാം നന്നാക്കി എടുക്കണം. അവരെ ഒന്നും കൂടി ഒന്ന് പ്രോപ്പറൊക്കെ ആക്കി വെക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാ പോയെന്നുള്ളത്. ഞാൻ ഇതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാവേ, എങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ ഇതുപോലെ വെച്ചിട്ട് പോയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ബൈ.